ചിതറ മുള്ളിക്കാട്ടിൽ പ്രവർത്തിക്കുന്ന KP ഫൗണ്ടേഷൻ സ്നേഹവീട്ടിലെ പകൽ വീട് വാർഷികവും വയലാർ അനുസ്മരണവും നവംബർ 1-ാം തീയതി മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് അംഗങ്ങൾ, മറ്റ് വിശിഷ്ട അതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കൂട്ടുകൂട്ടായ്മയിലെ കലാകാരന്മാർ വയലാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. ഓർക്കാൻ പറ്റിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായ മാനവികത ചേർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഈ നാട്ടിലെ മനുഷ്യർ പ്രത്യേകം കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമായിരുന്നു. അവരുടെ വേദനകളിലെല്ലാം ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ഇടപെട്ട് സ്നേഹമില്ലാതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ തർക്കങ്ങളെന്ന് പറയുന്നത്. ആ തർക്കങ്ങൾ വീട്ടിലുണ്ടായാൽ, നാട്ടിലുണ്ടായാലും പരിഹരിക്കാൻ പരമാവധി പരിശ്രമിച്ച ഒരു മനുഷ്യനായിരുന്നു സഖാവ് KP. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനം. അദ്ദേഹം ഒരു ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഈ കുടുംബങ്ങളിലെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതിലൊക്കെ അപ്പുറം അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ആളെ കൂടിയത്. ഇവിടെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടവും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഈ വയലാർ ഇതിൻ്റെ അമരക്കാരനായി, അതിനുശേഷമാണ് നമ്മുടെ ഈ പ്രസ്ഥാനമൊക്കെ ഇത്രത്തോളം നാടറിഞ്ഞതും ഇതുപോലെ നമുക്കൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നതൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അദ്ദേഹമാണ്. അതുപോലെ അതിനുശേഷമൊന്നും ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇത് 3-ാം വർഷം ആചരിക്കുന്ന നമ്മുടെ ഫൗണ്ടേഷൻ്റെ സ്നേഹവീട്, അതുപോലെ തന്നെ പകൽ വീട്, അതുപോലെ ഈ വർഷം 13-ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 8-9 വർഷത്തോളം, ഇതിൻ്റെ 7 വർഷത്തോളം കാലം നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ ജീവിതം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ ചിലർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് ഏത് മതക്കാരാണ്, ഏത് ജാതിക്കാരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ് എന്ന് നോക്കാതെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പൊതുപ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാരന് സാധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന പ്രവർത്തനമാണ് KP നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നു. ഈ സംഘടന രൂപം കൊടുക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ KP കരുണാകരൻ എന്ന മകൻ വ്യക്തിത്വത്തിൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ട ആളുകളും കൂടി ഇരുന്ന് ആലോചിച്ച ഒരു സംഘടന ചെറിയ തോതിൽ രൂപം കൊടുത്തത് ശ്രീമാൻ ഇക്ബാൽ നമ്മുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സമയം വളരെ വൈകിയതുകൊണ്ട് എൻ്റെ വിശദമായ കാര്യത്തിലേക്ക് പോകുന്നില്ല. എങ്കിൽ നമുക്കറിയാം, വയലാറിനെ കുറിച്ചുള്ള ഏറ്റവും പ്രഗത്ഭരായ 2 ആളുകളാണ് ഇവിടെ പ്രഭാഷണം നടത്തിയത്. അതിൽ കൂടുതലായിട്ടൊന്നും ഇപ്പം വയലാറിനെ കുറിച്ച് പറയേണ്ടതില്ല. എങ്കിലും വയലാറിൽ ജനിക്കുകയും വയലാറിൻ്റെ രക്തം പുരണ്ട മണ്ണിൽ അവിടെ രക്തം ചിന്തിയ മനുഷ്യരുടെ കഥകൾ കേട്ട് വളർന്ന വയലാർ. അദ്ദേഹം ഒരു ഉന്നതകുല ജാതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വയലാർ രാമവർമ്മൻ മാത്രമല്ല, രാമവർമ്മ തിരുവൾപ്പാട്. അത്ര ഉന്നത കുലജാതനായ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച വയലാർ. അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തൂലിക പടവാളാക്കിയത്. അവിടെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ചൂഷണത്തിനും എതിരായി പാവപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവന് വേണ്ടി ഏറ്റവും കൂടുതൽ കവിതകളും ഗാനങ്ങളും രചിച്ച മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ അനുസ്മരണം കൂടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമയം കൊണ്ട് വൈകിയത് കൊണ്ടും